മണ്ണാർക്കാട് നഗരസഭയിലെ 5-ാം വാർഡ് പെരിഞ്ചോളം കൊടുവാളിക്കുണ്ടിന് സമീപത്തെ റോഡിൽ വവ്വാലിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ആശങ്ക വേണ്ടെന്ന് അധികൃതർ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ ഷമീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ സുധിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ വെറ്ററിനറി സംഘം വവ്വാലിനെ കൊണ്ടുപോയി സാമ്പിൾ വൈറോളജി ലാബിലേക്ക് അയക്കും. ഇങ്ങനൊരു കേസ് ഇതുപോലെ മറ്റ് പഞ്ചായത്തുകളിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ കേസുകളുണ്ട്. ഇന്ന് പുതുപ്പരിയാരത്ത് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ, കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്ന ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇപ്പം അങ്ങനെ വരും. ഇതിപ്പോൾ ഇലക്ട്രിക് ലൈനിൻ്റെ താഴെയാണ്, ചാൻസസ് ആർ റെയർ, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഷോക്ക് അടിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ആളുകളെ അങ്ങനെ പാനിക്കാക്കേണ്ട കാര്യമില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്ക് പോകുന്ന റോഡിൽ ഏകദേശം ഒരു 11 മണിയോടെ ഒരു വവ്വാല് ചത്ത് കിടക്കുന്നതായിട്ട് ഈ നടന്നു പോകുന്ന വഴിയിലെ ആളുകൾ എന്നെ വിളിച്ച് സൂചിപ്പിച്ചു. ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിപ്പയുമായൊക്കെ ബന്ധപ്പെട്ട് ആ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ആളുകൾ എന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരികയും തുടർന്ന് ഞാൻ മണ്ണാർക്കാട് നഗരസഭയിലെ ഇക്ബാൽ സാറ്, ക്ലീൻ സിറ്റി മാനേജർ, അതേമാതിരി JHI സുനിൽ സാർ ഉൾപ്പെടെയുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഈ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവർ അടിയന്തരമായി വരികയും തുടർന്ന് അവർ അതുമായി ബന്ധപ്പെട്ട് മുകളിലോട്ടുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കാൻ പറ്റുമെന്നുള്ള അടിസ്ഥാനത്തിൽ അറിയിച്ചു. അതിന് എല്ലാം നടപടിക്രമങ്ങൾ പെട്ടെന്ന് വവ്വാൽ ഷോക്കടിച്ച് വീണതാകാമെന്നാണ് നിഗമനം. അപ്പോൾ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ആരോഗ്യവകുപ്പിലെ ഡിസ്ട്രിക്ട് വെറ്റിനറി സർജൻ ഇവിടെ തച്ചനാട്ടുകര തന്നെ നമ്മുടെ നിപ്പ പേഷ്യൻറ്റിൻ്റെ പരിസരത്ത് അവർ അവിടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ട്രിക് ലൈനിനോട് അനുബന്ധിച്ചാണ് ഇത് കിടക്കുന്നതെങ്കിൽ അത് ഷോക്ക് അടിച്ചിട്ട് വീണതായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെ അങ്ങോട്ട് വിടാം, സാമ്പിൾ എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ കറണ്ടിൻ്റെ ലൈനിൻ്റെ താഴെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സാധാരണ ഷോക്ക് അടിച്ച് മരിച്ചതായിരിക്കാനാണ് സാധ്യത.